സൂക്ഷിച്ച്. മീനേച്ചി എന്താ ഇറങ്ങുന്നില്ലേ? മീരയ്ക്ക് എന്താ പറ്റിയേ? ഒരു വിഷമം പോലെ. ചന്തയിന്ന് ബാല്യക്കാര് വല്ലതും പറയോ കാട്ടോ ചെയ്തോ? കുമാരേട്ടാ, എന്താ? 2 പഴംപൊരി. ആർക്കാ ഇപ്പൊ പഴംപൊരി? അത് പഴംപൊരി ഇല്ലേ, പകരം റസ്ക് മതിയോ? അവൾക്ക് കുറച്ച് റസ്ക് എടുത്ത് കൊടുത്തേ. ആരെയാ സ്വപ്നം കാണുന്നത്? ഹരിയേട്ടനെയാ? നീ പോടി. എന്നോടൊന്നും മറച്ചു വെക്കണ്ട, ഒക്കെ ഞാൻ അറിയുന്നുണ്ട്. നിനക്ക് വട്ടാ. വട്ട അത് മീനച്ചിക്കാണെന്നേ ഉള്ളൂ. പ്രേമ മൂത്ത വട്ട്. ദേ മീനു, വേണ്ടാത്തവരൊന്ന് പറഞ്ഞാലുണ്ടല്ലോ. ഞാനൊന്നും കാണുന്നുമില്ല, ഞാനൊന്നും കേൾക്കുന്നുമില്ല. അങ്ങോട്ടിരുന്നോളൂ. ടോക്കൺ 4. കുട്ടി, ഒക്കെ നേരെയാവും. ഈശ്വരന്മാര് നല്ലത് വരുത്തും. ഭഗവാൻ ആരുടെയും കണ്ണീര് കാണാൻ വയ്യ. അവിടുന്ന് ഭക്തവത്സലനാണ്, അനാഥ രക്ഷകനാണ്. കൃഷ്ണ. മീനച്ചി എന്തിനാ കരയണേ? അത് നിനക്കത് മനസ്സിലാവില്ല. എന്നാലും പാറ, കല്യാണം നടക്കാത്തോണ്ടാ? മീരച്ചിക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. വേഗം നടക്കും. അശ്രീകരം വിളക്കിന്റെ മുമ്പിൽ ഇരുന്ന് 10 നാമം ചൊല്ലണ്ട്. കണ്ണാടി നോക്കിയ ഗോട്ട് കാണിക്ക. പിന്നെ എങ്ങനെയാ ഗുണം പിടിക്ക? വേണ്ട നേരത്ത് വേണ്ടതൊന്നുമില്ല. ഇത്തവണ നീ ഓരോ മുടന്തിന്യായം പറഞ്ഞ് ഒഴിവാവരുത് കേട്ടോ. കാര്യമായിട്ട് എന്തെങ്കിലും സംഭാവന കൊടുത്തേ പറ്റൂ. എടോ, നമ്മളൊക്കെ വിചാരിച്ചാലേ കാവിലെ ഉത്സവം നടക്കൂ. ഒക്കെ ശരിയാ. ഞാൻ വേണമെങ്കിൽ 10-50 കൊടുക്കാം. അതിനപ്പുറം എന്നെ കൊണ്ട് കൂട്ടിയാ കൂടൂല. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് പിന്നെ നീ കുമാര, പ്രായം മോളിരിക്കുള്ളത് നിനക്കറിയാലോ. അത് തന്നെ ഞാൻ എങ്ങനെയാ? എവിടേക്കാ ഇത്ര ധൃതിപ്പെട്ട? ചന്തയ്ക്ക്. അതെയാ? പതിവില്ലാതെ നീ എന്തിനാ ചന്തയ്ക്ക് പോണേ? അതോ, അതിപ്പോ ഒരു ആടിനെ മേടിക്കണം എനിക്ക് സ്വന്തമായിട്ട്.
തോട്ടുവക്കത്ത് നിറയെ പുല്ലുണ്ട്. ചവിട്ടിച്ച കൊല്ലത്തില് 3 പേരും, ഓരോ പേരിലും 2 ആട്ടിൻകുട്ടികള്. ഒരു കൊല്ലം കഴിഞ്ഞ കാശായി. അല്ല കുമാര, എന്നാ നമുക്കും ആട് കൃഷി തുടങ്ങിയാലോ? ആയിക്കോട്ടെ. കുണ്ടിലിരിക്കും തവളക്കുഞ്ഞിന് കുന്നിന് മേലെ പറക്കാൻ മോഹം. അതെയോ? ആ അയ്യോ, അതേ അവൾക്ക് ഇഷ്ടായില്ല. നിനക്ക് വല്ല ഭ്രാന്തും ഉണ്ടോടാ ഹരി? നമ്മൾ വെറുതെ കഷ്ടപ്പെടാന്നല്ലാതെ. അതെന്താ? 7ാം ക്ലാസ് പാസ്സായവർക്കുള്ള PSC പരീക്ഷ എഴുതാൻ വരുന്നത് ഡിഗ്രിക്കാരും PGക്കാരും ഒക്കെയാ. അതിനെന്താ, പഠിച്ചാൽ നമുക്ക് എഴുതിക്കൂടെ? മനസ്സിൽ ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മളത് നേടിയിരിക്കും. ഒരു പ്യൂണിന്റെ പണിയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. നിനക്കാണെങ്കിൽ ഒരു ചായക്കടയെങ്കിലും ഉണ്ട്, നമുക്കതുമില്ല. സ്നേഹിച്ച പെണ്ണിനെ കെട്ടണമെങ്കിൽ ഒരു ജോലിയാ വേണ്ടത്, അതും ഗവൺമെന്റിന്റെ. നീ പേടിക്കണ്ട, ഈ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ആർക്കും ജോലി കിട്ടിയില്ലെങ്കിലും നിനക്ക് കിട്ടും, അത് ഉറപ്പാ. ഡാ ഹരി, ഞാൻ നിന്റെ അച്ഛനോട് വേലായുധേട്ടനുമായി സംസാരിക്കാൻ പറയട്ടെ? എന്റെ അച്ഛന് സന്തോഷമേ ഉള്ളൂ, പക്ഷേ രാധയുടെ അച്ഛൻ സമ്മതിക്കില്ല. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഞാൻ ഏതായാലും കുമാരേട്ടനെ കാണട്ടെ. പോവാ. കുമാര, എന്താ കാര്യം വെച്ചാ പറഞ്ഞോളൂ, മടിക്കണ്ട. അതെ, കാര്യം എന്താന്ന് വെച്ചാൽ എന്റെ മോനില്ലേ ഹരി, ആ, അവനൊരു മോഹം. അതൊന്ന് സാധിപ്പിക്കാൻ വേലായുധം ഒന്ന് മനസ്സ് വെക്കണം. അതെന്താ എന്റെ കയ്യിലാണ് അവന്റെ മോഹം? അതെ, നിന്റെ സ്വന്തം മടിയില. ഒന്ന് നേരെ ചൊവ്വ പറയൂ എന്റെ കുമാര. അല്ല, അത് തന്റെ മോളിലെ രാധ, ആ കുട്ടിയെ ഞങ്ങൾക്ക് തരുമോ? പ്രായമായ പെൺകുട്ടികളെ ചോദിച്ച് വേണ്ടപ്പെട്ടവർ വന്നാ തരില്ല എന്ന് പറഞ്ഞത് ശരിയല്ല. പൊരുത്തൊക്കെ ശരിയാണെങ്കിൽ കൊടുക്കണം. പക്ഷേ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് മോളെ കെട്ടിച്ചു കൊടുക്കണം എന്നാണ് എന്റെ ആഗ്രഹം എന്ന് കുമാരൻ അറിയാലോ. അതുകൊണ്ട് കുമാരൻ ഒന്നും വിചാരിക്കരുത്. ദീപം ദീപം ദീപം. അച്ഛനെന്താ ഇത്ര നേരം വൈകിയേ? ആ കുമാരനായിട്ട് 1-2 പറഞ്ഞ സമയം പോയത് അറിഞ്ഞില്ല. ആ മോളെ, കുമാരനൊരു കാര്യം പറഞ്ഞു. ഹരിക്ക് നിന്നെ കെട്ടിച്ചു കൊടുക്കണമെന്ന്. പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അച്ഛന്റെ ആഗ്രഹം മോക്കറിയാലോ. അച്ഛാ, അത് നിനക്ക് അവന് ഇഷ്ടാണെന്ന് എനിക്കറിയാം. മോളെ, ജീവിതം ഒന്നേ ഉള്ളൂ. ഇപ്പൊ നിനക്ക് തോന്നും അച്ഛനൊരു ദുഷ്ടനാണെന്ന്. കുറച്ചു കഴിഞ്ഞാൽ നീ തന്നെ പറയും അച്ഛന്റെ തീരുമാനം ശരിയായിരുന്നു എന്ന്. എന്നാലും ആ ശാരദയും പെണ്ണും വന്നില്ലല്ലോ. അങ്ങാടി പോയതത്രേ. അവർക്കറിയില്ലേ ഇന്നാ കുളിന്ന്. അതും മീനുന്റെ ഇഷ്ട കൂട്ടുകാരി ആ പെണ്ണ്. എന്നിട്ടും സാരമില്ല, സദ്യക്ക് വരുമായിരിക്കും. തിന്നാ മാത്രം വന്നാ മതിയോ? നല്ല വിധി. അല്ല, നീ വരുന്നില്ലേ? നിന്റെ കൂട്ടുകാരിയല്ലേ അവള്? ഉണ്ണാ മാത്രം അയച്ചെന്നാ മോശമല്ലേടി? വാ. ഞാനില്ലമ്മേ, എന്റെ വയറിന് എന്താണാവോ? എന്താ നിനക്ക്? അത് അമ്മയ്ക്കറിയില്ലേ? ശരിയാ, അവിടെ നിനക്ക് ഒരു സന്തോഷം ഉണ്ടാവില്ല. വേണ്ട. എന്നാലും വല്ലാത്തൊരു സാധന ആ പെണ്ണ്. ഇത്രയും കാലം കൂട്ട് നടന്നിട്ട് ആ കുട്ടിക്കൊരു നല്ല കാര്യം വന്നപ്പോ തിരിഞ്ഞു നോക്കിയാ. അമ്മേ, നിങ്ങൾ വേണ്ടാത്തതൊന്നും പറയണ്ട. മേരിക്ക് സുഖമില്ലാത്തതുകൊണ്ടല്ലേ മീനുവിന്റെ തെരണ്ട് കല്യാണത്തിന് വരാതിരുന്നത്. അതാ പറഞ്ഞത് നീ ഒരു പൊട്ടിയാണ്.